ചേച്ചി. കാരണം എന്നോട് എല്ലാരും പറഞ്ഞപ്പോഴേ വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ വിളിക്കാഞ്ഞത്. എനിക്ക് നമുക്ക് അത്ര ഒരു ഇതില്ല, അതുകൊണ്ടാണ് വിളിക്കാം. അവൾ എന്താ പറഞ്ഞു ചേച്ചി? അവള് സുഖമായിട്ടിരിക്കുന്നു? എന്റെ കൃഷ്ണ ചേച്ചി ഹാപ്പി വിഷു. കണ്ണാപ്പി ഹാപ്പി വിഷു. റാഡ വന്നു നമ്മുടെ സുഭാഷ് ഏട്ടൻ. റാണീസ് വെൽ. താങ്ക് യു ചേട്ടാ. ഹായ് കഴിച്ചോടാ. ശാരദ ചേച്ചി കഴിച്ചില്ല, കഴിക്കണം. എനിക്കൊരു ഇല വെക്കുകയാണ് ചേട്ടാ നാളെ. ആർവിയുടെ ഡാൻസ് സൂപ്പർ ആണ്. താങ്ക് യു ചേച്ചി. സുഭാഷ് റോ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ ചേച്ചി ഹാപ്പി വിഷു എന്ന് പറയുന്നുണ്ട്. ശാരദ ചേച്ചി ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. ഷെഫ് സുഭാഷ് ബ്രോയെ എന്ന് പറയുന്നുണ്ട്. നീലക്കണ്ണൻ്റെ അമ്മ അല്ല വന്നില്ല. അല്ല ചേച്ചി ഓക്കെ ആണോ? ഇപ്പൊ എന്തായി? വിളിച്ചു കൃഷ്ണ. സന്തോഷമാകും. ഞാൻ വിളിച്ചോളാം ചേച്ചി, ഞാൻ വിളിച്ചോളാം. അവളെ വിളിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അപ്പൊ അവളും അങ്ങനെ ഇരിക്കുമ്പോ ഞാനൂടെ അങ്ങനെ കയറി വിളിക്കുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞ് എന്നോട് ഇപ്പോഴും നീ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ അവസ്ഥ കണ്ടോണ്ട് പറഞ്ഞു നീ വിളിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ വിളിച്ചോളാം. അമ്മാവൻ മുത്തേ ഒരു ഉമ്മ തരുന്നു. ഓക്കെയാണ്. ഞാൻ വിളിച്ചോളാം ചേച്ചി. അവൾ ഓക്കെ ആയിട്ടിരിക്കട്ടെ. അവള് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആവത്തില്ല എന്തായാലും. ശരീരത്തിന്റെ ഒരു ഭാഗം അവള് പോയ ആ ഒരു ഇതാ ഒരിക്കലും അത് നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്തതല്ലേ. കരയുവാനെ വിളിക്കട്ടെ. അതാണ് പ്രശ്നം. അത് 2-3 ദിവസം ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ലൈവേ ഇടുന്നില്ല. ഇവരോട് ചോദിച്ചാൽ മതി, അറിയാം. മെയിനായിട്ട് പ്രകാശേട്ടനെ അറിയാം. പ്രകാശേട്ടനെ ഞാൻ മൊത്തത്തിൽ ഇതാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് പ്രകാശേട്ടൻ പറഞ്ഞു വിളിക്കേ വേണ്ട, പിന്നെ വിളിച്ചാ മതി, ഇത്തിരി കഴിഞ്ഞിട്ട് വിളിച്ചാ. അതാ ഞാൻ ചോദിച്ചേ, ഇപ്പോഴേ വിളിക്കണ്ടാന്ന്. എനിക്ക് നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഇതിൽ എൻ്റെ എന്താ പറയാ കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ നമ്മുടെ എന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരുടെ ആയാലും ശരി, ഇപ്പം എൻ്റെ എന്നല്ല, ഞാൻ ഇതിനകത്തായാലും എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിരുന്ന് നല്ല വൃത്തിക്കിരുന്ന് കരയുന്ന ആളാണ്. അപ്പം മനസ്സിന് കട്ടിയില്ല, ഒട്ടും കട്ടിയില്ലാത്തൊരു ടൈപ്പാണ് ഞാൻ. പറ്റുന്നറിയാം, ഇരുന്നങ്ങ് കരഞ്ഞു കൊടുക്കും. അത് അനിലയുടെ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ടേ ഞാനായിരുന്നു കരച്ചില്ല. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവളെ മാത്രമേ, എൻ്റെ പൊന്നമ്മ നീ എൻ്റെ അടുത്ത് നോക്കൂ, അവളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ വീട്ടിലെ ചേട്ടനെ മക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അത് ആ ഒരു ഇത് വരണമെന്നും പറഞ്ഞിരുന്ന, ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു, വരാൻ പറ്റിയില്ല. അപ്പോൾ കണ്ടപ്പോൾ അവളെ കണ്ടു, പക്ഷെ ബാക്കി കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. പിന്നെ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നുള്ളപ്പോൾ അതിനേക്കാട്ടി സങ്കടം. ഞാൻ അന്ന് രാത്രി ഉറങ്ങിയതേ ഇല്ല. സത്യം പറഞ്ഞാൽ അവളിൽ കണ്ടത് ഞാൻ എന്നെയാണ്, അവളുടെ അതേ അവസ്ഥ എന്നുവെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എന്നിൽ കണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്നും പറയണ്ടായിരുന്നു. ചേട്ടന് കുറേ പാടുപെട്ട് എന്നെ ഒന്ന് ഇതാക്കാൻ. എന്നെ ചേച്ചി വിളിക്കണ്ട, 2 പേരും കൂടെ ആയാൽ ശരിയാവില്ലെന്ന്. വിളിക്കേണ്ടെന്ന് എനിക്കും പെട്ടെന്ന് ഷോക്കായി കേട്ടപ്പോൾ. എല്ലാവർക്കും അതിന് ഹാപ്പി വിഷു ഡിയർ ഫ്രണ്ട്സ്. ആണ് കൃഷ്ണ ചേച്ചി ഹാപ്പി വിഷു. വിഷ്ണുക്കുട്ട നിൽക്കാൻ ടൈമില്ല, കുറച്ച് പരിപാടിയുണ്ട് നാളെ വരെ. ഇത് കൊള്ളാമല്ല. ശരി കൃഷ്ണ ചേച്ചിയെ, ആദ്കുട്ടി, തുമ്പിയേന്ന് വിളിക്കുന്ന സനക്കുട്ടി, ബൈഡ എല്ലാവരോടും നാളെ. ഓക്കെ ശരത്, എല്ലാവർക്കും ജോലിയാണെന്നറിയാം. അത് ഹാപ്പി വിഷു എന്ന് പറയുന്നുണ്ട്. തുമ്പിയെ ഹാപ്പി വിഷു പറയുന്നുണ്ട്. സനു നിന്നോട് പിന്നെ പറയണ്ടല്ലോ, നേരത്തെ പറഞ്ഞതല്ലേ. എല്ലാവർക്കും ഹാപ്പി വിഷു. അതേ വിഷ്ണുന്ന് എന്തായാലും വിളിക്കണം. അവളൊന്ന് സെറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ പിന്നെയും വിളിക്കണം. ഇനിയിപ്പോൾ അറിഞ്ഞല്ലോ കുഴപ്പമൊന്നും ഇല്ലാന്നറിയാൻ ഞാൻ വിളിച്ചോളാം. ഞാൻ ശ്രീ ഹാപ്പി വിഷു എന്ന് പറയുന്നുണ്ട്. തുമ്പി എന്നോട് മിണ്ടില്ലേ പൊന്നാന്ന് ചോദിക്കുന്നുണ്ട് സനക്കുട്ടി. സനു ഹാപ്പി വിഷു എന്ന് പറയുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക, എൻ്റെ കൃഷ്ണാസ് ഫീൽഡ് ഫാമിലിയുടെ വക എല്ലാവർക്കും ഹാപ്പി വിഷു. സങ്കടമായോടി, സോറി എന്ന് പറഞ്ഞേ. വിഷ്ണു ഹാപ്പി വിഷു റൈമിങ് കൊള്ളാലോ എന്ന്. എന്ത് സങ്കടമാണെന്ന് അത് ചോദിക്കുന്നു. അതേ തുമ്പി, അങ്ങേർ പടക്കം പൊട്ടിക്കുവാന്ന്. ആര് പടക്കം പൊട്ടിക്കുന്ന ആര്?